ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ തമ്പനയിൽ കണ്ട മാതിരി തന്നെയാണ് കേട്ടോ സംഭവമുള്ളത്. അപ്പോൾ എന്താണ് മോനക്ക് സംഭവിച്ചതെന്ന് വെച്ചാൽ നേരെ വീഡിയോയിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ ഇത് രണ്ടാമത്തെ മോനാണ്. ഇവനെ മദ്രസ വിട്ടിട്ട് 10:30 കഴിഞ്ഞപ്പോഴാണ് മദ്രസ വിട്ടിട്ട് വന്നത്. അന്നേരം വന്നിട്ട് ചായയൊക്കെ കുടിച്ചു കേട്ടോ. ചായ കുടിച്ചെങ്ങാണ്ട് ഇവന് മുടി വെട്ടാൻ വേണ്ടിയിട്ട് പറഞ്ഞിരുന്നു. അപ്പോൾ ഇവൻ്റെ അനിയനും പാടെ എന്താക്കി മുടി വെട്ടാൻ പോയി കേട്ടോ. അപ്പോൾ ഇവർ രണ്ടുപേരും പോയി. പിന്നെ ഇവൻ വെട്ടിയിട്ടുള്ളായിരുന്നു. പിന്നെ വെട്ടിയപ്പോൾ ഇവന് കുറച്ച് ബാക്ക് ഭാഗം വെട്ടിയിട്ടുള്ളായിരുന്നു. അന്നേരം ഇവനിക്ക് തല കറങ്ങീന്. അപ്പോൾ ആ വെട്ടുന്ന ചെക്കനോട് പറഞ്ഞ് തല കറങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഇവന് ആദ്യമൊന്നും മിണ്ടണില്ല, അങ്ങനെ കുഴഞ്ഞു പോയിന്ന്. പിന്നെ ആ ചെക്കൻ എന്താക്കി വെള്ളമൊക്കെ കൊടുത്തുന്ന്. അങ്ങനെ പിന്നെ സോഫമ്മൊക്കെ കൊണ്ടുപോയി ഇരുത്തിട്ടോ. അതിൽ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അങ്ങനെ മോനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടായിരുന്നോ, അങ്ങനെ മുടി വെട്ടാൻ വന്നിടത്തുനിന്ന് തലയിറങ്ങി വീണിക്കണ പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ അടുത്തൊന്ന് വരുമോ എന്ന് ചോദിച്ചു. പിൻകാണി ഇവിടുത്തെ ഷോപ്പും കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു. അങ്ങനെ ഞാൻ എന്താക്കി വേഗം പണിയൊക്കെ ഇവിടെ ഇട്ടെറിഞ്ഞിട്ട് വേഗം പോയി നോക്കിട്ടോ. അപ്പം മോനുണ്ട് പിന്നെ മുടി വെട്ടിപ്പോൾ ആദ്യമായിട്ടുള്ളൂ സോഫമ്മ അങ്ങനെ ഇരുത്തിയിരിക്കണമല്ലോ. അപ്പോൾ അവൻ്റെ ചെറിയ അനിയനെ ഉണ്ടായിരുന്നു, മുടി വെട്ടണുണ്ടായിരുന്നു. അതിൽ ഞാൻ പറഞ്ഞാൽ എങ്ങനെയും അത് ഒന്ന് അവിടെ മുടി കുറച്ചെങ്കിലും ഒന്ന് മുടി അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് വെട്ടിക്കൊണ്ടുവന്ന് ഞാനൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നോക്കട്ടെ ആയിരുന്നു. അപ്പോൾ അവൻ്റെ ഈ ചെവിൻ്റെ ഇവിടെ എന്തോ കടിച്ചേക്കണ് അറിഞ്ഞിരുന്നു. അപ്പോൾ നോക്കുമ്പോൾ അവിടുന്ന് ബ്ലഡ് കൊടുക്കണ്ടായിരുന്നു. അതിൽ പിന്നെ എന്നോട് പറഞ്ഞു എട്ടുകാലി എന്തെങ്കിലും ആണോന്ന് അറിയില്ല താത്തേ, നിങ്ങളൊന്ന് കൊണ്ടുപോയി നോക്കിയെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ എന്താക്കി പിന്നെ അവൻ്റെ ഉപ്പാനെ വിളിച്ചിട്ട് അവൻ്റെ ഉപ്പാനെ തരാൻ പറഞ്ഞു. അങ്ങനെ പിന്നെ എന്താക്കി അവിടുന്ന് പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പോൾ ഡോക്ടറൊക്കെ ഒന്ന് കാണിച്ച് ഡോക്ടർ പറഞ്ഞ് പിന്നെ BP പറ്റെ ലോ ആയതാണെന്ന് പറഞ്ഞു. പിന്നെ എട്ടുകാലി കടിച്ചേക്കണമെന്ന് വെച്ചപ്പോൾ ഇല്ല, അതൊന്നും കടിച്ചിട്ടില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അതുണ്ടെങ്കിൽ ഇവിടെ എന്തായാലും അത് വേറെ പിന്നെ ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെ പ്രശ്നങ്ങൾ വേറെ കാണിക്കും എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതൊന്നും ഇല്ല എന്നാണ് കേട്ടോ. മോനിക്ക് തലയിറങ്ങിയപ്പോൾ ബ്ലേഡിൻ്റെ കത്രികൻ്റെ തട്ടിയതായിരിക്കും, അതാണ് അതിൻ്റെ രക്തം വരാൻ കാരണം എന്നാണ് കേട്ടോ. അങ്ങനെ പിന്നെ എന്താക്കി പിന്നെ ട്രിപ്പ് ഇടാന്ന് പറഞ്ഞു. പിന്നെ ആളവിടെ എത്തിയപ്പോൾ തന്നെ ഏകദേശമൊക്കെ ഒരു ഓക്കെ ആയിക്കണം കേട്ടോ. പിന്നെ പക്ഷെ എന്നാലും ചെറിയ കുട്ടിയായതുകൊണ്ട് നമുക്ക് ഒരു ബേജാറുണ്ടാവില്ല എന്താണെന്നുള്ളത് അറിയാൻ. പനിയോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ നിന്ന് എന്താ പറയുക മദ്രസയിലൊക്കെ പോയി വന്ന് നേരെ മുടി വെട്ടാൻ പോയി നല്ല ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് പോയത്. പിന്നെ ഇപ്പോൾ എന്താ അത് പെട്ടെന്ന് ഇങ്ങനെയെന്നുള്ള ഒരു പേടി എന്തായാലും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പിന്നെ വേഗം കൊണ്ടുപോയി നോക്കിയത് കേട്ടോ. പിന്നെ കുട്ടികളല്ലേ എന്താണെന്ന് നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ ഓനെ അങ്ങനെ കൊണ്ടുപോയി ഡോക്ടർ പറഞ്ഞു നമുക്കൊന്ന് ട്രിപ്പ് ഇടാമെന്ന് പറഞ്ഞു. അപ്പോൾ ട്രിപ്പ് ഇട്ട് നോക്കി നോക്കാം ആൾ ഓക്കെ ആവുമെന്ന് പറഞ്ഞു. പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ വെയിറ്റും കാര്യങ്ങളൊക്കെ നോക്കി പിന്നെ മെഡിസിനൊന്നും എഴുതിയിട്ടില്ലായിരുന്നു. അങ്ങനെ ട്രിപ്പ് ഇടാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ട്രിപ്പ് ഇടാൻ വേണ്ടിയിട്ട് വാർഡിലേക്ക് മാറ്റിട്ടോ. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ആൾ ഓക്കെ. പിന്നെ ഇവിടെ ഒരു കുട്ടീനെയും കൊണ്ട് ഞങ്ങളെ തൊട്ടപ്പുറത്ത് ഒരാൾ കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതിന് പനിയൊക്കെ ആയിട്ട് അങ്ങനെ വന്നതിന് ക്ഷീണമായിട്ട്. അപ്പോൾ അവരും പോയിട്ടോ. പിന്നെ ഞങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ വാർഡിൽ. അപ്പോൾ ഞാൻ മുടി വെട്ടാൻ പോയിടത്തുനിന്ന് അതൊന്നും ഞാൻ വീഡിയോയിൽ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഇവിടെ വന്നിട്ട് പിന്നെ ആൾ ഓക്കെ ഉണ്ടെന്ന് അറിഞ്ഞതിൻ്റെ ശേഷമാണ് ഞാൻ കുറച്ചൊരു വീഡിയോസ് എടുത്തതാണ്. അതാണ് ഇങ്ങനെ ലെങ്ത്ത് കൂടിങ്ങാണ്ടുള്ളത് ആക്കിയത് ഞാൻ. പിന്നെയെന്ന് പറഞ്ഞാൽ ആൾ ഓക്കെ ആയതിൻ്റെ ശേഷമാണ് മനസ്സിന് സമാധാനം വന്നത് കേട്ടോ. പിന്നെ ഒന്നാമത് മോനെ തീരെ തിന്നൂല കേട്ടോ. പിന്നെ വെള്ളം കുടിക്കൂല. പിന്നെ നമ്മുടെ കയ്യിൽ എടുത്ത് കൊടുക്കണം എന്നെങ്കിൽ തിന്നുള്ളൂ കുടിക്കുകയുള്ളൂ, അങ്ങനെ ഒരു ഇതാണ് കേട്ടോ. പിന്നെ നേരം വെളുത്ത് വൈകുന്നേരം വരെ കളിക്കാൻ വിട്ട് നോക്കിയാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് തിന്നാനും കുടിക്കാനൊന്നും എനിക്ക് വേണമെന്നില്ലേ. പിന്നെ 8ാം ക്ലാസ്സിലാണ് പഠിക്കണത്. അതിനുള്ള ഹൈറ്റോ വെയിറ്റോ ഒന്നും ഓനില്ല കേട്ടോ. കാരണം ഓന് കളിക്കാൻ പോയിട്ട് ഒരുപാട് തവണ ഓനിക്ക് കയ്യും കാലൊക്കെ നാശാക്കി പോന്നിക്കണേ. എന്നാലും ഓനിക്ക് വേദന എന്താണെന്നുള്ളത് ഓനിക്കറിയില്ല. കാരണം ഓനിക്ക് അങ്ങനെ ഒരു പേടിയുമില്ല. ഭയങ്കര ധൈര്യമുള്ള ഒരാളാണ് കേട്ടോ. പിന്നെ ഇങ്ങനെ BP കുട്ടികൾക്ക് കുറയും എന്നുള്ളത് അറിയില്ലായിരുന്നു കേട്ടോ. പിന്നെ വലിയവർക്കൊക്കെ അങ്ങനെ BP കുറയണോ കൂടണമൊക്കെ നമ്മളിങ്ങനെ കേട്ടിക്കണ്. പിന്നെ എനിക്കൊക്കെ അങ്ങനെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ മക്കൾക്ക് വന്നിക്കണ ഉള്ളത് നമ്മളിതുവരെ അറിയില്ലായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞപ്പോഴാണ് അറിയുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും പിന്നെ ആൾക്ക് നല്ല വിശന്നിട്ടുണ്ടായിരുന്നു. പിന്നെ രാവിലെ ആ ഭക്ഷണം കഴിച്ചതല്ലേ, അപ്പോൾ ഉച്ചക്ക് ചോറും തിന്നിട്ടില്ലായിരുന്നല്ലോ. അപ്പോൾ പിന്നെ സിസ്റ്ററോട് വെച്ച് പിന്നെ ചായ എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടോ. അപ്പോൾ സിസ്റ്ററിന് കൊടുത്തോളൂ പറഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനെ പിന്നെ ചായയും വാങ്ങിക്കൊടുത്തു, കടിയും വാങ്ങിക്കൊടുത്തു, അതൊക്കെ തിന്നു കേട്ടോ. പിന്നെ ട്രിപ്പ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഡോക്ടറെ കാണിക്കാൻ വേണ്ടി വന്നു. അങ്ങനെ ഡോക്ടറെ കാണിച്ച് ഡോക്ടർ ഒന്നും കൂടി BP ചെക്ക് ചെയ്യാൻ. അപ്പോൾ BP ചെക്ക് ചെയ്തപ്പോൾ നോർമൽ ആയിക്കണായിരുന്നു. അപ്പോൾ അവന് വിശപ്പില്ലാത്തതുകൊണ്ടാണ് ഭക്ഷണം കഴിക്കാത്തതെന്ന് അവന് ഡോക്ടറോട് പറഞ്ഞപ്പോൾ ഡോക്ടർ അതിനുള്ള ഒരു ഗുളിക എഴുതി കൊടുത്തിട്ടോ. അങ്ങനെ ഞങ്ങൾ പിന്നെ മെഡിസിനൊക്കെ വാങ്ങി. അങ്ങനെ പിന്നെ ഇത് പ്രതീക്ഷിക്കാത്തൊരു സംഭവമായതുകൊണ്ടാണ് പൈസ ഒന്നും കരുതിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഏതായാലും തിരുമറിയൊക്കെ ചെയ്ത് കണ്ട് ഞങ്ങൾ പൈസ കിട്ടിട്ടോ. അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ മോനക്ക് സംഭവിച്ചത്.